ഹലോ, ദിവ്യ അല്ലേ ഇത്? ഹലോ ഹലോ ദിവ്യ, എന്റെ പേര് പോറസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദിവ്യ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ ഹലോ, നിങ്ങൾ ആരാ സർ? എനിക്ക് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഹലോ ദിവ്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സർ, എന്റെ ഫോണിൽ ബാറ്ററി കുറവാ. നിങ്ങൾ ആരാ സർ സംസാരിക്കുന്നത്? ഹലോ 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 നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യണ്ട, നമ്മുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതൊരു ആക്സിഡൻ്റ് ആക്കി തീർത്ത് നമുക്ക് നമ്മുടെ പാട്ടിന് പോകാം. നമ്മുടെ ജോലി ദൂരെ നിന്ന് ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് മാത്രമാണ്. മനസ്സിലായോ? മനസ്സിലായി. ചേട്ടാ, ആ പെണ്ണ എടാ, നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന പെൺകൊച്ച അവിടെ പൊടി പോലും ഇല്ലാതെ തീർത്തേക്കടാ. ശരി സാർ. അങ്ങോട്ട് പോയി നോക്കാം, വാ. അടിച്ച് കൊല്ലണോ അവളെ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. അന്ന് മെഡിക്കൽ ഷോപ്പില്
പറയുന്നത് കേക്ക്. ദിവ്യ, അന്ന് വൈകുന്നേരം നീ എന്തിനാ മെഡിക്കൽ ഷോപ്പിൽ പോയെന്ന് ഒന്ന് പറയാമോ? ദിവ്യ, ഇവിടെ എല്ലാ ഡോക്ടേഴ്സും ഉണ്ട്, നിനക്ക് ഒരു കുഴപ്പം വരില്ല, നീ ഒന്നും പേടിക്കണ്ട. ദിവ്യ കണ്ണു തുറക്ക്. ദിവ്യ, നീ എന്തിനാ അന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോ ദിവ്യ, പ്ലീസ്. നിനക്കൊന്നും സംഭവിക്കില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. ദിവ്യ, പുറത്തേക്ക്. ദിവ്യ. ഡോക്ടർ, എങ്ങനെയുണ്ട്? ഞാനിപ്പോ എന്താ പറയാ? മരിച്ചുപോയോ? ജീവനുണ്ടെന്ന് പറയാം. ഞാൻ തോറ്റുപോയി മൈഥിലി, ഞാൻ തോറ്റുപോയി, ഞാൻ തോറ്റു. നമ്മൾ ജയിച്ചു കഴിഞ്ഞു സർ. ഇപ്പം നമ്മൾ സേഫാ. ഇനി നമുക്ക് ആരെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ പെണ്ണ് ഇതുവരെ വാ തുറന്നിട്ടില്ല, ഇനി തുറക്കാനും പോകുന്നില്ല. ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതിനെക്കാട്ടും വലിയ ഗിഫ്റ്റ് എന്ത് വേണം? ചേട്ട മുറുക്കി കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ സർ. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് സാറിന് തീർച്ചയായും ഇഷ്ടപ്പെടും. താങ്ക് യു ബായ്. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ യു. ചേട്ടാ, അവരെന്നെ ചിലപ്പോ കൊന്നേക്കാം. എന്റെ മരണത്തിന്റെ കാരണക്കാരൻ വേദ കെമിക്കൽ ഫാക്ടറി ഓണർ ചന്ദ്രശേഖർ ആയിരിക്കും. കോളേജ് പഠിക്കുന്ന ഇന്ദ്രജിത്തും അവന്റെ ഫ്രണ്ട്സുമാണ് എന്നെ ഇവിടേക്ക് കടത്തിക്കൊണ്ട് വന്നത്. ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുമ്പോ സോഷ്യൽ ആക്ടിവിസ്റ്റ് പീതാംബരനെ ആ ചന്ദ്രശേഖർ കൊല്ലുന്നത് കണ്ടത്. ഇപ്പൊ അവരെല്ലാവരും എന്നെ കൊല്ലാൻ വേണ്ടി പുറകെ വരാ. എനിക്ക് പേടിയാവേ. അത് വീണ്ടെടുത്തു ബ്രോ. ഏട്ടനെന്ന് പറഞ്ഞില്ലേ, മറ്റുള്ളവരെ കൊന്നിട്ട് സ്വയം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് മനസാക്ഷിയില്ലാത്ത മൃഗങ്ങളാണെന്ന്. ആ മൃഗങ്ങൾ ഇപ്പൊ എനിക്ക് ചുറ്റുമുണ്ട്. ഏട്ടാ, ഇവന്മാരെ ഒന്നും വെറുതെ വിടരുത്. അച്ഛനെ അമ്മേനെ നോക്കിക്കോണം. അവര് ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും അവരേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അച്ഛനോട് ഷുഗറിന്റെ മരുന്ന് മറക്കാതെ കഴിക്കാൻ പറയണം. നിങ്ങളെയൊക്കെ വിട്ടു പിരിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഏട്ടാ. എനിക്ക് വിഷമം വരാ ഏട്ടാ. I miss you, ഏട്ടാ. ഇനിയിപ്പോ എന്താ സാർ ചെയ്യാ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി വഴക്കുണ്ടാക്കണം, വേറെ വഴിയില്ല. അവൻ എന്നെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പേ എനിക്ക് അവനെ ഇങ്ങോട്ട് വിളിപ്പിക്കണം.